പത്തനംതിട്ടയിൽ ബി.ജെ.പി. വിട്ട കാപ്പ പ്രതിയെ പാർട്ടിയിലേക്ക് CPM മാലയിട്ട് സ്വീകരിച്ചു. 20ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ മലയാലപ്പുഴയിലെ ശരൺ ചന്ദ്രനെയാണ് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഊഷ്മളമായ സ്വാഗതമായിരുന്നു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നലെ വൈകുന്നേരം കുമ്പഴയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥ ആവേശകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഏത് സാഹചര്യത്തിലാണ് ഇയാൾക്ക് കാപ്പ ചുമത്തേണ്ടി വന്നത്? ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നോ? അതെ സ്കേൻ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം 23-ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഈ ശരൺ ചന്ദ്രൻ. എന്തായാലും കാപ്പ ഇയാളുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട്. കാപ്പ ചുമത്തി അടുത്ത ഘട്ടത്തിൽ നാടുകടത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ ഇപ്പോൾ CPIM-ലേക്ക് എത്തുന്നത്. അതിലെടുത്തു പറയേണ്ടത് മലയാലപ്പുഴ CPIM RSS സംഘർഷം പലതവണ റിപ്പോർട്ട് ചെയ്ത ഒരു മേഖലയാണ്. ഈ CPIM RSS സംഘർഷത്തിൻ്റെ ഒരു ഉറവിട കേന്ദ്രം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തെ വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് മലയാലപ്പുഴ മോഹൻ അടക്കം അവിടുത്തെ പ്രഗത്ഭരായ നേതാക്കളുണ്ട്. ആ ഒരു വിഭാഗത്തിന്റെ വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് മറുവിഭാഗം ഇത്തരത്തിലുള്ള ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നതെന്നൊരു ആക്ഷേപമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം നേരത്തെ സൂചിപ്പിച്ച പോലെ കുമ്പഴയിലെ ലിജോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഈ പരിപാടി നടന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് MLA, ആ സ്ഥലം കോന്നി MLA കൂടിയായ KU ജനീഷ് കുമാറിന്റെ സാന്നിധ്യം അതിനുണ്ടായിരുന്നില്ല. ആ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഈ 50ഓളം വരുന്ന BJP RSS പ്രവർത്തകർ പാർട്ടിയിലേക്ക് വന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. രക്തപതാക കൈമാറി രക്തഹാരം ഈ പറയുന്ന ശരൺ ചന്ദ്രൻ അടക്കം അണിയിച്ചു കൊടുത്താകട്ടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തനായ ജില്ലാ സെക്രട്ടറി എന്നറിയപ്പെടുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും. എന്തായാലും ഈ വിഷയം പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. 11 മണിയോടുകൂടി വിവാദമായതോടുകൂടി ഇന്ന് 11 മണിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശരണിന്റെ ഒരു പ്രതികരണവും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരണിനെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം 10 മണിക്ക് ശേഷം നേരിൽ കാണാമെന്ന് മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് CPM സംസ്ഥാന നേതൃത്വവും ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാർത്ത വന്നതോടുകൂടി സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം ചോദിച്ചു. എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്നതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തുടരെ പത്തനംതിട്ടയിൽ നടക്കം വരുന്നത് സംസ്ഥാന നേതൃത്വത്തിനും വെല്ലുവിളിയാണ്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ 11 മണിക്ക് വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN.